ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ഇപ്പോൾ മരണം 34 ഉയർന്നു നമ്മുടെ ബ്യൂറോ അറിയിക്കുന്നു. അനന്ത്നാഗിലെ കോടതി സമുച്ചയത്തിലും താഴ്ന്ന മേഖലകളിലും വെള്ളം കയറി. ബിയാസ് നദി കരകവിഞ്ഞൊഴുകുകയാണ്. ഇതിനെ തുടർന്ന് ചണ്ഡീഗഡ് മണാലി ഹൈവേയുടെ ഒരു ഭാഗം ഒലിച്ചുപോയി. വിനീത വിജയ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, ഈ പ്രളയക്കെടുതിയുടെ വിവരങ്ങൾ നടുക്കമുണ്ടാക്കുന്നതാണല്ലോ. ഗുഡ് മോർണിംഗ്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായും എസ്കെൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി വീടുകളിലും താഴ്ന്ന മേഖലകളിലും ഒക്കെ ഇപ്പോഴും വെള്ളം കയറിയിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ജമ്മു കാശ്മീരിലേക്ക് വരികയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 34ലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ആ മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മണ്ണിടിഞ്ഞു കിടക്കുന്ന മേഖലകളിലൊക്കെ തന്നെ തിരച്ചിൽ പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് ഒരു അടിയന്തര യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രളയ സാഹചര്യം എങ്ങനെ അതിൽ നിന്ന് അത് ഓവർകം ചെയ്യാൻ കഴിയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതെങ്ങനെ നേരിടാൻ കഴിയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. അസാധാരണമായ സാഹചര്യങ്ങളിലല്ലാതെ ആർക്കും തന്നെ അവധി നൽകേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കൂടി ജമ്മു കാശ്മീർ സർക്കാർ നൽകിയിരിക്കുകയാണ്. അനന്തനാഗിലടക്കം താഴ്ന്ന മേഖലകളിൽ ഇപ്പോഴും വെള്ളം കയറിയ അവസ്ഥ തന്നെയാണുള്ളത്. അവിടെ നിന്നൊക്കെ നിരവധി ആളുകൾ, ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളെ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരെയാണ് ഈ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ മാറ്റിയിരിക്കുന്നത്. അതിൽ ഈ കോടതി സമുച്ചയം അടക്കം വെള്ളം അതിന്റെ പകുതിയോളം കയറിയിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഹിമാചലിലേക്ക് വരുമ്പോഴും അവിടെ മണാലി, കുളു മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രളയ ബാധിത, ഈ മഴക്കെടുതി ബാധിച്ചിരിക്കുന്നത്. അവിടെയുള്ള നിരവധി റോഡുകളും ഒപ്പം തന്നെ പാലങ്ങളും ഒക്കെ ഈ ഒലിച്ചു പോയിട്ടുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബിയാസ് നദി കരകവിഞ്ഞൊഴുകുകയാണ്. ചണ്ഡീഗഡ് കുളുവിലേക്കുള്ള ഒരു പാത അത് പൂർണ്ണമായും ഇടിഞ്ഞു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. മറ്റ് പഞ്ചാബിലേക്ക് വരുമ്പോൾ താഴ്ന്ന മേഖലകളിലേക്ക് ഇപ്പോഴും വെള്ളം കയറിയിരിക്കുകയാണ്. ഇന്നലെ അവിടെയും രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നിരവധി കുടുംബങ്ങളെ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ പഞ്ചാബിൽ ഇപ്പോൾ ഈ വെള്ളം കയറിയിരിക്കുന്ന ഫിറോസ്പൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഈ മഴക്കെടുതി ബാധിച്ചത്. ആ മേഖലകളിൽ ഈ വെള്ളം കയറിയ മേഖലകളിലൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാവുന്നത്. അതേസമയം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഡൽഹിയിൽ ഇന്നും ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. ഒപ്പം ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും ഒക്കെ ഇന്നും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരീക്ഷകളൊക്കെ തന്നെ ഇന്ന് മാറ്റിവെച്ചിട്ടുമുണ്ട്. എസ്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.